ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. ഇന്ന് ഓഗസ്റ്റ് 20, 2026. ഇന്നത്തെ പത്രങ്ങളിൽ നിന്ന് ലഭിച്ച GKയും കറണ്ട് അഫയേഴ്സും നമുക്ക് പരിശോധിക്കാം. ഓഗസ്റ്റ് 20 ദേശീയ സദ്ഭാവന ദിനമായാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 20. 1944 ഓഗസ്റ്റ് 20 ജനിച്ച രാജീവ് ഗാന്ധി 1984 മുതൽ 89 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. 1991 മെയ് 21 അദ്ദേഹം വധിക്കപ്പെടുന്നത്. 1991 മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് ഭാരതരത്നം പുരസ്കാരം സമർപ്പിക്കപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാമത്തെ എഡിഷൻ നടക്കുന്നത് കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വച്ചാണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലും ഐക്കൺ താരം സഞ്ജു സാംസണുമാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഹെൽപ്പ് ഡെസ്കുകൾ വരുന്നു. ഇതിന്റെ പേര് മേ ഐ ഹെൽപ്പ് യു എന്നാണ്. ശ്രീ വെങ്കടേശ്വര സുവോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലാണ് ശ്രീ വെങ്കടേശ്വര സുവോളജിക്കൽ പാർക്ക് ഉള്ളത്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതും അതിന്റെ ഫലമായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കപ്പൽ ഗതാഗതം മുടങ്ങിയതുമൊക്കെ പത്രങ്ങളിൽ വാർത്തയായതാണല്ലോ. ഇത്തരത്തിൽ പ്രാദേശികമായി ഉണ്ടാകുന്ന പല സംഘർഷങ്ങളും കപ്പൽ ഗതാഗതത്തിന് തടസ്സമായി നിൽക്കാറുണ്ട്. പ്രാദേശിക സംഘർഷങ്ങൾ അധികം ബാധിക്കാത്ത ഒരു കപ്പൽ പാത തേടിക്കൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ചൈന, ഇന്ത്യ എന്നീ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ സൂയസ് കനാൽ കടന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുന്നത്. എന്നാൽ ഇതിലും വേഗത്തിൽ യൂറോപ്പിൽ എത്താൻ ഏഷ്യൻ രാജ്യങ്ങളെ സഹായിക്കുന്ന ഒരു സീ റൂട്ടുണ്ട്. അതിൻ്റെ പേരാണ് നോർത്തേൺ സീ റൂട്ട്. ആർട്ടിക് സമുദ്രം വഴിയുള്ള ഈ കപ്പൽ പാതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾക്കൊക്കെ വലിയ താല്പര്യമുണ്ട്. 5600 കിലോമീറ്റർ ദൂരമുള്ള നോർത്തേൺ സീ റൂട്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയുക ആർട്ടിക്കിലെ മഞ്ഞ് ഉരുകുന്ന സമയത്ത് മാത്രമാണ്. Thank you very much for watching this video.